നബി തങ്ങൾ റമദാനിൽ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം നോമ്പ് നോറ്റ അഥവാ സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിച്ച മാസം ഷഅബാനാണ് എന്നു വന്നിട്ടുണ്ട്. അതേസമയം നമ്മുടെ നാടുകളിൽ ഷഅബാനുമായി ബന്ധപ്പെട്ട് ധാരാളം അനാചാരങ്ങൾ, ഷഅബാൻ 1 മുതൽ തന്നെ ആരംഭിക്കുന്ന വ്യത്യസ്തമായ അനാചാരങ്ങൾ ഉണ്ട് താനും. ശരിക്കും റജബ് മുതൽ റമദാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഉസ്താദന്മാർ കൊയ്ത്തുകാലാണ്. കുറേ അനാചാരങ്ങൾ മുന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി അവരുടെ കാര്യങ്ങൾ സാധിക്കുന്ന ഒരു സന്ദർഭമാണ്. അള്ളാഹു അനുഗ്രഹിച്ചാൽ നമ്മളൊരു വിശുദ്ധമായ റമദാനിലേക്ക് പ്രവേശിക്കാൻ വളരെ അടുത്ത് നിൽക്കുകയാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ഷഅബാൻ മാസത്തിലാണുള്ളത്. ഷഅബാനിൻ്റെ പ്രത്യേകതയായി ഇസ്ലാം പഠിപ്പിച്ച പ്രമാണങ്ങളിൽ വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഷഅബാൻ മാസം എന്നത് റമദാനിൻ്റെ തൊട്ട് മുമ്പത്തെ ഒരു മാസം എന്ന നിലയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി ശ്രദ്ധിച്ചൊരു മാസമാണ് എന്ന് കാണാൻ കഴിയും. ഷഅബാൻ എന്ന പേര് ജാഹിലിയ്യ കാലത്ത് തന്നെ അറബികൾ ഉപയോഗിച്ച് പോകുന്നൊരു പേരാണ്. ഓരോ മാസം ഓരോ പേര് വരാൻ പല കാരണങ്ങൾ ഉണ്ടാവാം. അതിൽപ്പെട്ട ഒരു കാരണം പറഞ്ഞത് അന്നവർ ഈ ഷഅബാൻ മാസമാകുമ്പോൾ വെള്ളം തേടി ഒരു പല ഭാഗത്തേക്കും പോവുകയും അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും വെള്ളം ശേഖരിച്ചു കൊണ്ടുവരികയും ചെയ്യലുണ്ട്. അങ്ങനെ യതശഅബൂന, അവരിങ്ങനെ വ്യത്യസ്തമായ വിഭാഗങ്ങളായിക്കൊണ്ട് പല ഭാഗത്തേക്കും പോകും. അതുകൊണ്ടാണ് ആ മാസത്തിന് ഷഅബാൻ എന്ന് പേര് വന്നത് എന്ന് വരെ പറഞ്ഞ ചരിത്രകാരന്മാരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഅബാൻ പ്രത്യേകമായി ശ്രദ്ധിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് നോമ്പിൻ്റെ കാര്യത്തിൽ. നബി തങ്ങൾ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം നോമ്പ് നോറ്റ മാസം ഷഅബാനാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് ഇമാം ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ കാണാൻ കഴിയും. ഒമാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സിയാമ ശഹ്രിൻ ഇല്ലാ റമദാൻ, റമദാൻ അല്ലാത്തൊരു മാസവും നബി തങ്ങൾ പൂർണ്ണമായും നോറ്റിട്ടില്ല. വമാ റഅയ്തു അക്സറ സിയാമൻ മിൻഹു ഫി ഷഅബാൻ, ഷഅബാനേക്കാൾ ഏറെ നബി തങ്ങൾ നോമ്പ് എടുക്കുന്നത് മറ്റൊരു മാസവും ഞാൻ കണ്ടിട്ടുമില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. അപ്പോൾ അതുപോലെ നബി തങ്ങൾ റമദാനിൽ കഴിഞ്ഞാൽ സുന്നത്ത് നോമ്പുകൾ ഏറ്റവും അധികം നോറ്റ മാസം ഷഅബാനാണ് എന്ന് കാണാൻ കഴിയും. എന്നാൽ ആ ഷഅബാനും പൂർണ്ണമായും നബി തങ്ങൾ നോറ്റിട്ടില്ല. അത് ആയിഷ ബീവി തന്നെ പറഞ്ഞു. നബി തങ്ങളെ കുറിച്ച് പറയുമ്പോൾ മാ അലിംതുഹു സ്വമ ശഹ്റൻ കുല്ലഹു ഇല്ലാ റമദാൻ, റമദാൻ അല്ലാതെ ഒരു മാസവും നബി തങ്ങൾ പൂർണ്ണമായും നോറ്റതായി എനിക്കറിയില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. ഇമാം മുസ്ലിം ഉദ്ധരിച്ചാൽ ഇത് കാണാൻ കഴിയും. അപ്പോൾ ഷഅബാൻ മഹാഭൂരിപക്ഷം നബി തങ്ങൾ നോൽക്കുമായിരുന്നു എന്നർത്ഥം. നമ്മുടെ നാട്ടിൽ പൊതുവേ റജബ് പൂർണ്ണമായി നോൽക്കുക, ഷഅബാൻ പൂർണ്ണമായി നോൽക്കുക, പിന്നെ റമദാനും ശവ്വാലും 96 നോമ്പ് നോൽക്കുക എന്ന പതിവ് നമ്മുടെ നാട്ടിൽ ചില സ്ത്രീകൾക്കൊക്കെ പ്രത്യേകിച്ചും കാണാൻ കഴിയുന്നത്. അതിനൊരു അടിസ്ഥാനമില്ല എന്ന് കൂടി കാണാൻ കഴിയുന്നു. അപ്പോൾ നബി തങ്ങൾ റമദാനിൽ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം നോറ്റ മാസം ഷഅബാനാണ്. ഇബ്നു അസ്ഖലി റഹിമഹുല്ലാഹ് പറയുന്നു കാരണം സിയാമു ഫി ഷഅബാൻ തതവ്വുഅൻ അക്സറ മിൻ സിയാമിഹി ഫീമാ സിവാഹു, മറ്റു മാസങ്ങളെക്കാൾ ഏറെ നബി തങ്ങൾ സുന്നത്ത് നോമ്പുകൾ ഏറ്റവും അധികം നോറ്റത് ഷഅബാനിലാണ്. റമദാനിലേക്ക് ഒരു ഒരുക്കം എന്ന നിലക്കാണ് നമുക്കതിൽ കാണാൻ കഴിയുന്നത്. നബി തന്നെയും അത് പറഞ്ഞിട്ടുണ്ട്. ഉസാമത്ത് ബിൻ സയ്യിദ് ചോദിക്കുന്നത്, ഞാൻ നബിയോട് ചോദിച്ചു, നബിയെ താങ്കൾ ഷഅബാനിൽ അധികമായി നോമ്പെടുക്കുന്നുവല്ലോ എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ നൽകിയ മറുപടി ദാക ശഹ്റുൻ തഗ്ഫിറു നാസു ഫീഹി അൻഹു ബൈന റജബിൻ വറമദാൻ. രണ്ട് കാര്യം നബി തങ്ങൾ പറഞ്ഞു. ഒന്ന്, റമദാനിനും റജബിനും ഇടയിൽ ആളുകൾ പൊതുവെ അശ്രദ്ധമായി പോകുന്ന മാസമാണ്. റജബ് യുദ്ധം ഹറാമായ മാസമായതുകൊണ്ട് അക്കാലത്ത് പ്രത്യേകിച്ചും ഒരു ശ്രദ്ധിക്കാറുണ്ട്. യുദ്ധങ്ങളില്ല, അക്രമങ്ങളില്ല, ആയുധമെല്ലാം എടുത്തു വെക്കുന്ന മാസമാണ് റജബ് മാസം. റമദാൻ നോമ്പിൻ്റെ മാസവുമാണ്. അപ്പോൾ അതിനിടയിലുള്ളൊരു മാസമേക്ക് പൊതുവെ ശ്രദ്ധ കുറഞ്ഞു പോകുന്ന മാസമാണ്. മറ്റൊന്ന് ഹോ ഷഹ്റുൻ തുർഫഉ ഫീഹിൽ അഅ്മാലു ഇലാ റബ്ബിൽ ആലമീൻ, ഒരു വർഷത്തെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസം കൂടിയാണ്. അപ്പോൾ എൻ്റെ അമൽ ഞാൻ നോമ്പുകാരനായിരിക്കും ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് നബി തങ്ങൾ അവിടെ കാരണമായി പറഞ്ഞത്. ഇമാം നസായി ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ പല ഹദീസുകളിലും നബി തങ്ങൾ റമദാനിൽ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം നോമ്പ് നോറ്റ അഥവാ സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിച്ച മാസം ഷഅബാനാണ് എന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഷഅബാനു സവിശേഷത ഉണ്ട്. അമലുകൾ വർദ്ധിപ്പിച്ച പ്രവാചകൻ നോമ്പ് അധികമായി നോറ്റ മാസമാണ് എന്ന് കാണാൻ കഴിയും. അതേസമയം നമ്മുടെ നാടുകളിൽ ഷഅബാനുമായി ബന്ധപ്പെട്ട് ധാരാളം അനാചാരങ്ങൾ, ഷഅബാൻ 1 മുതൽ തന്നെ ആരംഭിക്കുന്ന വ്യത്യസ്തമായ അനാചാരങ്ങൾ ഉണ്ട് താനും. അത് ശരിയല്ല, നമ്മൾ തിരിച്ചറിയുകയും ചെയ്യേണ്ടതുണ്ട്. ഫൈസൽ പറഞ്ഞ പോലെ ഏത് കാര്യവും പൊതുവേ നമ്മുടെ ആളുകൾ പ്രമാണങ്ങളിലുള്ളതിനെ ഒഴിവാക്കുക. അപ്പോൾ നമുക്കറിയാം ബിദഅത്തായ ഒരു നോമ്പുണ്ടെങ്കിൽ സുന്നത്ത് നോമ്പിനേക്കാളും അല്ലെങ്കിൽ ഫർള് നോമ്പിനേക്കാളും ആവേശമായിരിക്കും, ഒരു ഭക്തിയായിരിക്കും അതിൽ.
എന്നതുപോലെ ഷാബാൻ മാസത്തിന് ചില സവിശേഷതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം ശ്രദ്ധിച്ചു എന്നൊക്കെ പറയുമ്പോഴും അതിൻ്റെ അപ്പുറം കുറേ അനാചാരങ്ങൾ നടക്കാറുണ്ട് ഈ മാസത്തിൽ. ശരിയാണ്. അത് ശരിക്കും റജബ് മുതൽ റമദാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഉസ്താദ്മാർ കൊയ്ത്തുകാലാണ്. കുറേ അനാചാരങ്ങൾ മുന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി അവരുടെ കാര്യങ്ങൾ സാധിക്കുന്ന ഒരു സന്ദർഭമാണ്. ശരിക്കും എന്താ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെയൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ സ്വഹാബികൾ അതെങ്ങനെ സ്വീകരിച്ചു എന്നുള്ള വ്യക്തമാണ്. പിന്നെ അഹ്ലുസുന്നയുടെ നിലപാട് ഈ വിഷയത്തിൽ ആർക്കും വായിക്കാവുന്ന രൂപത്തിൽ, അറിവുള്ള അല്ലെങ്കിൽ കഴിവുള്ള ആൾക്കും വായിക്കാവുന്ന രൂപത്തിൽ വ്യക്തമാണ്. ഇനിയിപ്പോൾ ഷാബാൻ വന്നു കഴിഞ്ഞാൽ പ്രധാനമായി 10ഓളം അനാചാരങ്ങൾ ഇന്ന് സമൂഹത്തിൻ്റെ ഭാഗമായി തീർന്നിട്ടുണ്ട്. അതിലൊന്നിപ്പോൾ ബറാഅത്ത് രാവ് എന്നുള്ളതാണ്. ബറാഅത്ത് ഷാബാൻ 15 രാവ് ബറാഅത്ത് രാവായി കണക്കാക്കുക. അത് അനുഗ്രഹീത രാവാണ്, ഖുർആൻ ഇറക്കപ്പെട്ട രാവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സൂറത്ത് ദുഖാനിലെ 3-ാമത്തെ ആയത്തിനെ, അതായത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക്ക എന്ന ആയത്തിനെ പച്ചയായി ദുർവ്യാഖ്യാനിച്ച് പിന്നെ ദുർബലമായ വാക്കുകളൊക്കെ അതിനെ എടുത്ത് തെളിവാക്കിയിട്ടാണ് എന്ത് ചെയ്യണത്, ഇത് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട രാവാന്നുള്ളത് പറയണത്. ഇവിടെ ഇപ്പോൾ സമസ്ത വിഭാഗക്കാരനെ അംഗീകരിക്കുന്ന മുഫസ്സിറാണ് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ. അദ്ദേഹം ഈ കാര്യത്തെ പറഞ്ഞിട്ട് ഇപ്പോൾ സൂറത്ത് ദുഖാൻ്റെ തഫ്സീർ അദ്ദേഹം ആരംഭിക്കുന്നത് ഇന്നഹു അൻസലഹു ഫീ ലൈലത്തിൻ മുബാറക്ക, ഖുർആൻ അള്ളാഹു അനുഗ്രഹിക്കപ്പെട്ട രാവിലെ ഇറക്കി, വഹിയ ലൈലത്തുൽ ഖദർ, അത് ലൈലത്തുൽ ഖദറാണ്. കമാ കാല തആല ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, സൂറത്ത് പിന്നെ ഖദറിൽ പഠിപ്പിച്ച പോലെ. വകാന ദാലിക ഫീ ഷഹ്ർ റമദാൻ, എല്ലാ സംശയവും തീർത്തന്നു, ചുരുങ്ങിയ വാക്കിലൂടെ തീർത്തന്നു. എന്നിട്ട് പറയാണ് കമാ കാല തആല ഷഹ്ർ റമദാൻ അല്ലദി ഉൻസില ഫീൽ ഖുർആൻ, അതായത് ഖുർആൻ കൊണ്ട് തന്നെ ശരിക്ക് തഫ്സീർ നടത്തുന്ന ശൈലിയാണ് ഇബ്നു കസീർ റഹിമഹുല്ലാ. അപ്പോൾ ആ ശൈലിയുടെ വാദിയാണ്, വ്യക്തമാണ്. എന്നിട്ട് പറയാണ് ഇവിടെ പിന്നെ എന്താണ്, ചില ആളുകൾ ചില ഹദീസൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. അത് ഇക്രിമ റളിയല്ലാഹുവിൽ നിന്നാണ്, അഥവാ ഇന്നഹാ ലൈലത്തുൻ നിസ്ഫു മിൻ ഷഅബാൻ, ഷഅബാൻ്റെ പകുതിയുടെ രാവാണ് എന്ന നിലക്കുള്ള റിപ്പോർട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു ഫഖദ് അബ്അദൻ നജ്, കാരണം അവൻ സിറാത്തുൽ മുസ്തഖീമിൽ, സത്യത്തിൽ നിന്ന് അവൻ ആ വിദൂരത്തേക്ക് പോയി എന്നാണ്. കാരണം ഫഇന്ന നസ്സൽ ഖുർആനി അന്നഹാ ഫി റമദാൻ, ഖുർആൻ്റെ ഗണ്യതമായ തെളിവാണെന്ത്, ഇത് റമദാനിലാണ്. അപ്പോൾ ആ ഒരു വിശ്വാസം സമൂഹം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് ശരിയല്ല, പ്രാമാണികമായി ശരിയല്ല, പിന്നെ ഇസ്ലാമിന് നിരക്കാത്ത ഒരു വിശ്വാസമാണ്. 2, ഇത് വിധി നിർണയത്തിൻ്റെ രാവ്, വിധികളൊക്കെ നിർണയിക്കപ്പെടുന്ന രാവാണെന്നാണ് ഈ 2ാമത്തൊരു വിശ്വാസമായി പഠിപ്പിക്കപ്പെടുന്നത്. ഇതേ സൂറത്തിൽ ഫീഹ യുഫറഖു കുല്ലു അംറിൻ ഹക്കീം എന്ന ആയത്ത്, അവിടെ ഇബ്നു കസീർ റഹിമഹുല്ലാ പറയുന്നു ഫീ ലൈലത്തുൽ ഖദരി യുഫ്സലു മിനൽ ലൗഹിൽ മഹ്ഫൂദ് ഇലൽ, പിന്നെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് എവിടേക്കാണ് ഓരോ വർഷത്തെ കാര്യങ്ങൾ ഇറക്കേണ്ടത് ആ കിതാബിലേക്ക് അള്ളാഹു കാര്യങ്ങൾ ഇറക്കുന്നു. അതേപോലെ ഒമാ യക്കൂനു ഫിയാമിൽ ആജാലി വൽ അർസാഖ്, അവധികളും അതേപോലെ തന്നെ ഒരാൾ മരണത്തിൻ്റെ അവസ്ഥകളും ഉപജീവന കാര്യങ്ങളൊക്കെ ഒമാ യക്കൂനു ഫിയായിൽ ആഖിരിഹ, ഇനി ഓരോ നടപ്പിലാകാനുള്ള ഓരോ കാര്യങ്ങളും. ഇതാണ് ഒന്നിലധികം സലഫികൾ, അതായത് ഇബ്നു ഉമർ റളിയല്ലാഹു, അബി മാലിക് റളിയല്ലാഹു, മുജാഹിദ് റഹിമഹുല്ലാ, ലഹാഖ് റഹിമഹുല്ലാ, ഇങ്ങനെയുള്ള എല്ലാ മുഫസ്സിറുകളും ഈ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സൂറത്തുൽ ഖദറിൽ ചുരുക്കി പറഞ്ഞ ആ കാര്യത്തിൻ്റെ അതേ കാര്യം തന്നെയാണ് എവിടെയുള്ളത്, സൂറത്ത് ദുഖാനിലും ഉള്ളത്. അപ്പോൾ ഒരിക്കലും വിധിനിർണയത്തിൻ്റെ രാവ് നടക്കുന്ന ഒരു മാസമല്ല ഏത് ഷഅബാൻ എന്നത്. പിന്നെ മറ്റൊന്ന് ബറാഅത്ത് രാവ് അന്ന് ഒരു പ്രത്യേക ഖബർ സിയാറത്ത്, അവിടെ ബറാഅത്ത് രാവിൽ മരിച്ചവരെ സിയാറത്ത് ചെയ്ത് പോരുന്ന പതിവ് നമ്മളിൽ ഉണ്ടല്ലോ, ഇത് പ്രത്യേകം സുന്നത്ത് തന്നെയാണ്, ഉറപ്പിച്ചു പറയാണ്, ഇത് പ്രത്യേകം സുന്നത്ത് തന്നെയാണ്. എന്നിട്ട് അതിനും ദുർബലമായ തെളിവുകൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഭാഗമായിട്ട് സൂഫികളും മറ്റൊക്കെ ഉദ്ധരിക്കുന്ന തെളിവുകൾ എടുത്തു കൊടുക്കുകയാണ്. 4ാമത്തത് പ്രത്യേക സിയാറത്ത് ടൂർ, മഹാന്മാരുടെ ഖബറിടങ്ങളിലേക്ക്, ജാറങ്ങളിലേക്കുള്ള സിയാറത്ത് യാത്രകൾ, ശിർക്കും ബിദഅത്തൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ആ സിയാറത്ത് യാത്രകൾ ഈ രാവിലെ വേണം എന്നാണ് 4ാമത്തത്. ഇനി 5ാമത്തത് ബറാഅത്ത് നോമ്പ്. ഇവിടെ ഷഅബാനിലെ നോമ്പിൻ്റെ പ്രാമാണികത ഫൈസൽ മൗലവിയുടെ കാര്യങ്ങൾ സൂചിപ്പിച്ചു. എന്നാൽ ഈ ബറാഅത്ത് ഷഅബാൻ 15 രാവിൽ പ്രത്യേകമായൊരു നോമ്പിനെ എന്ത് ചെയ്യുന്നു, ഇവർ പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രത്യേകം 15 കണക്കാക്കി എന്താക്കിയിട്ടില്ല, ഒരു നോമ്പ് പഠിപ്പിച്ചിട്ടില്ല. ഇനി 6ാമത്തത് ബറാഅത്ത് രാവിലെ നിസ്കാരം, ഒരു പ്രത്യേക നിസ്കാരം അന്ന് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഭാഗമായി പൂർവ്വസൂരികളൊക്കെ സ്വീകരിച്ചു നിസ്കരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്, പൂർവ്വസൂരികൾ എന്ന് ഒരു ഉദ്ദേശിക്കുന്ന അവരുടെ ആചാര്യന്മാരായ സൂഫികളും മറ്റൊക്കെ ചെയ്തു വന്ന കാര്യങ്ങൾ, അതാണ് അവരുടെ പൂർവ്വസൂരികൾ, അല്ലാതെ അഹ്ലുസുന്നയുടെ രീതിയല്ല. ഇനി 7ാമത്തത് അന്ന് പ്രത്യേക സൽക്കാരം, ബറാഅത്ത് രാവ് ചീരണിയും
അപ്പോൾ ഒരു വിശേഷ ദിവസം ഉണ്ടാകുമ്പോൾ മധുരപലഹാരം മറ്റൊക്കെ കൊടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ എന്ന ന്യായം പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യണത്. മീലാദിനൊക്കെ പറയുന്ന പോലെ തന്നെ ബറാഅത്ത് രാവിനും പ്രത്യേകിച്ച് ചീരണി കരണ്ട് മധുരപലഹാരം ഉണ്ടാക്കൽ അത് പുണ്യമാണ്, ബർക്കത്തുള്ള ഭക്ഷണമാണ്, കഴിക്കാതിരുന്ന അതിന് ദേഷ്യപ്പെടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രത്യേകം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അതിന് ഒരുക്കി വെക്കുക, ഇങ്ങനെയുള്ള രീതികളൊന്നും ഇല്ല. എട്ടാമത്തത് സൂറത്തു യാസീൻ പ്രത്യേകമായി ഓതുക. അതായത് 3 യാസീൻ ഓതണം, ഇഷാ മഗ്‌രിബിനിടയിൽ ഓതും ചെയ്യണം. 3 യാസീൻ ഇതൊക്കെ നിബന്ധന ഷർത്തൊക്കെ ഉണ്ട്, പിന്നെ ഇതൊക്കെ വെച്ചിട്ടാണ് 3 യാസീൻ. പിന്നെ 9ാമത്തെ അതിൻ്റെ കൂട്ടത്തിൽ ഈ യാസീൻ കബൂലാകണമെങ്കിൽ എന്ത് വേണം? പ്രത്യേക പ്രാർത്ഥന, ഒരു നീളമുള്ള പ്രാർത്ഥന അതിനു വേണ്ടി പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സ്വഹാബികളൊക്കെ പേരിൽ ഇല്ലാത്തൊരു പ്രാർത്ഥന. അതെ, അതാണിത് കൊയ്ത്തുകാലെന്ന് പറഞ്ഞത്. ഇത് കൊയ്ത്തുകാലാണ്. ഇനി 10ാമത്തെ എന്താ വെച്ചാൽ അന്ന് സൂറത്തു ദുഖാൻ എന്ത് ചെയ്യണം? ഇതിൻ്റെ രാവിൽ സൂറത്തു ദുഖാൻ പ്രത്യേകമായി ഓതൽ പുണ്യകരമാണ്. ഇങ്ങനെ 10ഓളം അനാചാരങ്ങൾ തളം കെട്ടി നിൽക്കുന്ന ഒരു മാസമാണ്. ഒരു മാസമല്ല, അനാചാരങ്ങളാണ് ഇവിടെ. 1 മുതൽ തന്നെ പുതിയ ശരിക്കും ഇസ്ലാമിൻ്റെ പൂർണ്ണത, അള്ളാഹു നമുക്ക് വലിയ അനുഗ്രഹമായി തന്ന ഇസ്ലാമിൻ്റെ പൂർണ്ണത ഉസ്താദുമാരൊക്കെ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത് നമുക്കറിയണില്ല. ഇവിടെ പിന്നെ അല്യൗമ അക്മൽതു ലക്കും എന്നുള്ള ആയത്തിനെ പറ്റി ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞ ചില വാക്കുകളൊന്ന് പ്രത്യേകം എടുത്ത് പറയാണ്. ഈ ആയത്തിൽ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ട് പറയാണ്, ഇവിടെ അള്ളാഹു എന്ത് ചെയ്തു? ഫലാ ഹലാല ഇല്ലാമ അഹല്ലഹു, അള്ളാഹ് ഹലാൽ എന്ന് പറഞ്ഞ ഒന്നല്ലാത്ത ഹലാലില്ല. വലാ ഹറാമ ഇല്ലാമ ഹറമഹു, വലാ ദീന ഇല്ലാമ ഷറഅഹു. ഇതൊരു ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹ് ദീനാക്കിയ ഒന്നല്ലാത്ത ദീനില്ല. ഇതൊക്കെ ഇപ്പോൾ ആളുകൾ വലിയ ദീനാണ്, ഇതില്ലെങ്കിൽ ഷാബാൻ പ്രശ്നമായി, റമദാൻ കിട്ടൂല, എങ്ങനെയൊക്കെ ആളുകൾ പേടിക്കുന്നവരും. അപ്പോൾ അങ്ങനത്തെ ദീൻ. എന്നിട്ട് പറയാണ്, വകുല്ലു ഷൈഇൻ അഖ്ബറ ബിഹി ഫഹുവ ഹഖ്കുൻ വസിദ്ഖുൻ. അള്ളാഹു സുബ്ഹാനഹു വതആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറിയിച്ചതൊക്കെ ഹക്കാണ്, സത്യമാണ്, അതിൽ കളവില്ല, അതിന് എതിരായി നിൽക്കാനും പാടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി ഒന്നും കൂട്ടിച്ചേർക്കേണ്ടാത്ത വിധം ദീന് പൂർണ്ണമാണ്, ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഒന്നും കുറച്ച് കളയണ്ട, ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കേണ്ടതില്ല. അതേപോലെ എല്ലാം അള്ളാഹു തൃപ്തിപ്പെട്ടതാണ്, ഒന്നിനെയും നമ്മൾ വെറുക്കേണ്ട ആവശ്യമില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രത്യേകം പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ പ്രാമാണികത ആ ഒരു നിലപാടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരം അന്ധവിശ്വാസങ്ങളെ അനാചാരങ്ങളൊക്കെ ചെറുക്കാൻ സാധിക്കും. സാധാരണക്കാർ പ്രത്യേകം മനസ്സിലാക്കണം, ഇതെല്ലാം അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളാണ്, ഇതൊക്കെ നല്ലതാണ് എന്ന് കരുതി ചെയ്താൽ നമ്മൾ ചെയ്ത നന്മകൾ കൂടി പൊളിയാൻ അത് കാരണമാകും എന്ന പേടി ഉണ്ടാകണം എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഉണർത്തുകയാണ്. സൂചിപ്പിച്ചതുപോലെ എന്താണോ ഇസ്ലാമിക പ്രമാണങ്ങളിൽ വന്നത് അവിടെ നമ്മൾ നിൽക്കുക എന്നതാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.